ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് റവ വെച്ചിട്ട് നല്ല ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ ഗീയും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കാഷ്യൂ നട്ട്സ് കുറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് അല്പം മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിലിലോട്ട് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു സവാളയാണ് സ്ലൈസ് ചെയ്ത് വെച്ച് ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് ഈ സമയം കുറച്ച് ബീൻസ് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 12 ബീൻസ് കട്ട് ചെയ്ത് വെച്ചതാണ്, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഈ എണ്ണയിലിട്ട് വഴറ്റി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഓയിലിലിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് റവയ്ക്ക് 2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ സമയം ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് സ്വല്പം കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കണം. റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ കട്ട പിടിക്കാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റി സെറ്റായി വരണം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതിയാവും. ഇത് ഓവറായിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നതല്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സും കൂടെ ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ ഗീ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം.
റവ കിച്ചടി റെഡി ആയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്